ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കാണ്. അൽഹംദുലില്ലാ വളരെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സുഖമായിരിക്കട്ടെ എന്നുള്ളതാണ് അതിനകത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെള്ളിയാഴ്ച സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുട്ടൻ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. നല്ല ബീഫ് കഷ്ണമാക്കി അങ്ങോട്ട് വെച്ചിരിക്കണ്. ഇനി തുണ്ടൻ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കണ്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മിയിട്ട് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ തുള്ളി വെള്ളം പോലും ഒഴിക്കില്ല, എന്തെങ്കിലും ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞട റെഡിയാക്കി വെച്ചിനും അത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ വഴറ്റിയെടുത്തിക്കണ്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകൊക്കെ ഉള്ള പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ച് പിന്നെ ടൈമർ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനി അതും കൂടി ഇട്ടുകൊണ്ട് മിക്സാക്കി കൊടുത്തിക്കണ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി പിന്നെ ഇട്ടിട്ട് മിക്സാക്കി അവിടെ അടച്ച് വെച്ചിക്കണ്. അപ്പോൾ അതിന് ഞാൻ അടുപ്പത്ത് അരി പിന്നെ ഇട്ടിട്ടുണ്ടേനി കേട്ടോ. നമ്മൾ ചോറിന് ക്യാരറ്റും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അരി വേവിച്ചെടുത്തിക്കണ്. നമ്മൾ ചോറ് വെന്തിക്കണ് കേട്ടോ, ബിരിയാണി റൈസ് വെന്തിക്കണ്. ഒരു അടുപ്പത്ത് നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മസാല റെഡിയാക്കിക്കണം. അപ്പോൾ തക്കാളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി ഇതായി വന്നിക്കണ്. അപ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുക. പിന്നെ കുരുമുളക് പൊടിച്ചതും കുറച്ച് ഇട്ട് കൊടുത്തിക്കണ്. അത് നന്നായിട്ട് മിക്സാക്കുക കേട്ടോ. പിന്നെ നമ്മൾ തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുളക് പൊടി ഞാൻ ചേർക്കലില്ല കേട്ടോ ബിരിയാണിയിൽ. എരിവിന് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ കുരുമുളകും തന്നെയാണ് ചേർക്കൽ. അപ്പോൾ അത്യാവശ്യം പച്ചമുളക് എടുത്തിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിരിക്കണ്. അപ്പോൾ നമ്മൾ ഉള്ളി സവാള മുപ്പിച്ചാൽ വെച്ചതൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനേക്ക് കുറച്ച് നമ്മളെ ഉണക്കമുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിരിക്കണേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പിന്നെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കിനി. അപ്പോൾ അധികം കുറച്ച് മല്ലിയില നമ്മളെ മസാല പോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി നമ്മൾ ചോറിൻ്റെ കൊടുക്കണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ ദമ്മിടുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം കളഞ്ഞതിൻ്റെ ഉള്ളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളെ മസാലയ്ക്ക് പിന്നെ നമ്മളെ കലത്തക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വാഴയിലല്ല കേട്ടോ. അപ്പോൾ വാഴയിലേക്ക് പകരം പിന്നെ വെക്കണത് നമ്മൾ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന ഇല ഉണ്ടല്ലോ, ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നേന്. അപ്പോൾ ഈ ഇലയാണ് ഇട്ട് വെക്കുന്നത്, പൊടിയണ്ണി ഇല എന്ന് പറയും കേട്ടോ. അപ്പോൾ കുറച്ച് ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ പൊടിയണ്ണീൻ്റെ ഇലയൊക്കെ കൊടുന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് വെച്ചെഴുതിയാണ്ട് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ചുവ വരുമോ, ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ ബീഫിൻ്റെ മേലൊക്കെ കണ്ട് ചോറിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മസാലയിൽ കുറേ ചോറാവണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പൊടിയണ്ണീൻ്റെ അല്ലെങ്കിൽ പൊടിയണ്ണീൻ്റെ ഇല വിചാരിച്ചുകൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. വാഴയില കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഇലയൊക്കെ കഴുകിയിട്ട് നമ്മളെ മസാലേൻ്റെ മേലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മല്ലിയും പുതിന ഇല അരിഞ്ഞതും പിന്നെ നമ്മളെ പിന്നെ അണ്ടിപ്പരിപ്പും അതേപോലെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തതും ചോറ് ഊറ്റിയെടുത്തതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്. നമ്മൾ ദമ്മിടുകയാണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിട്ടിട്ട് ഇങ്ങനെ ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കലത്തിലാണ് കേട്ടോ ദമ്മിടുന്നത്. ഇനി വേറെ ഒന്ന് കേൾക്കാനാകില്ല വിചാരിച്ചങ്ങാണ്ട് അപ്പോൾ ഒന്ന് പിന്നെ അങ്ങോട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളെ ഉള്ളിയും അതേപോലെ അണ്ടിയും മുന്തിരിയൊക്കെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ദമ്മിടുന്ന പോലെ തന്നെ. പിന്നെ നമ്മളെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയില കുറച്ചുള്ളൂ കേട്ടോ, മല്ലിയില ഇല്ല.
അധികം പുതിനയില തന്നെയാണ്. പിന്നെ നമ്മൾ ആ മസാലയും കൂടി ഉണ്ട് മിക്സ് ആക്കിയേക്കാണ് കേട്ടോ അതിൽ. എന്നിട്ട് അതും ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ പിന്നെ നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല നമ്മളെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാല തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഗരം മസാല പൊടിക്കണ വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ നമ്മൾ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഇതേപോലെ ഇങ്ങനെ ചോറിട്ടുങ്ങാണ്ട് അതേപോലെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ദമ്മിടൽ അവസാനിച്ചിക്കണ്, ഫുള്ള് കലം നിറഞ്ഞിക്കണ്. അപ്പോൾ 1 കിലോൻ്റെ ചുവട്ടിലുള്ള അരിയുള്ളൂ ഇട്ടത്. അപ്പോൾ ബീഫും മസാലയും ചോറൊക്കെ ഒന്നിലായിട്ടാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതാ മസാലയും ബിരിയാണി മസാലയും നമ്മളെ അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ ഇട്ടിക്കണ്. പിന്നെ ഞാൻ ഉള്ളി മൂപ്പിച്ചെടുത്ത ആ എണ്ണ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മേലെ കണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നെയ്യ്, നല്ല നെയ്യ് 6 kg നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. ചോറ് കുത്തിയെടുക്കുമല്ലോ, അപ്പോഴാണ് കേട്ടോ 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കൽ. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കലില്ല. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ചോറാണെങ്കിൽ ഞാൻ ഇടയിൽ കൂടെ നമ്മൾ ആ നെയ്യും കൂടി ഇങ്ങനെ ഓരോ സ്പൂണ് 2 സ്പൂണ് ഇടയിൽ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനാകുമ്പോൾ ലാസ്റ്റ് ചോറ് കുത്തുമ്പോഴാണ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പേ ഇങ്ങനെ ഈ ഉള്ളി മൂപ്പിച്ച എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചെടുത്തപ്പോൾ ഉണ്ടേനെ അതിൻ്റെ ഇതുണ്ടല്ലോ, ആ വെള്ളം ഉണ്ടല്ലോ, ഉപ്പും മഞ്ഞളൊക്കെ എല്ലാം ബീഫിൻ്റെ ആ സത്ത് ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ചോറിൽ നിൽക്കട്ടെ വിചാരിച്ചാണ് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യലാട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിങ്ങാണ്ട് ഞാൻ ദമ്മിട്ട് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി കുളിക്കാനും പിന്നെ തുണികൾ കഴുകാനും ഇതിനൊക്കെ പോയിട്ടുണ്ടേനി. അത് കഴിഞ്ഞ് നിസ്കാരം കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് പൊട്ടിച്ചങ്ങാണ്ട് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ വെള്ളിയാഴ്ച ജുമയൊക്കെ വന്നതിന് ശേഷം അപ്പോൾ ചോറൊക്കെ വയ്ക്കാൻ വേണ്ടി കണ്ട് ചൂടോടുകൂടി പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. ആദ്യം തന്നെ ദമ്മ് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടില്ല. അപ്പം ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അലിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോറ് ഓരോരുത്തർക്കായിട്ടും വിളമ്പുകയാണ് കേട്ടോ. പാത്രത്തിൽ തന്നെ മസാല ഇട്ട് വെക്കുകയാണ് കേട്ടോ. വേറെ പാത്രത്തേക്കൊന്നും എടുക്കണില്ല. എല്ലാവർക്കും പ്ലേറ്റിക്കും ചോറെടുക്കണ പ്ലേറ്റിൽ തന്നെ മസാല വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി അടിപൊളി അതിന് കേട്ടോ. പിന്നെ ചോറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അരി ഞാൻ വാങ്ങണ അരിയല്ല, നമുക്ക് നോമ്പിന് കിട്ടിയിട്ടുണ്ടേന ഒരു അരിയാണ് കേട്ടോ ഞാൻ വാങ്ങാൻ. നമ്മൾ പിന്നെ വാങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അരി വാങ്ങുമല്ലോ. അപ്പോൾ അരിക്ക് നമ്മൾ കരുതിയ അരി അല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. മസാല അടിപൊളിയാണ് കേട്ടോ. ചോറ് ടേസ്റ്റ് ഇല്ല എന്നല്ല, എന്നാലും അരി ഞാൻ ഉദ്ദേശിച്ച അരി അല്ലാത്തതുകൊണ്ട് എനിക്കൊരു ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കേക്ക് ഞാൻ ബിരിയാണി ദമ്മിട്ടതിന് ശേഷം ഒരു കേക്ക് ഉണ്ടാക്കിങ്ങാണ്ട് അവിടെ ഫ്രിഡ്ജിൽ ക്രീം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ക്രീമൊന്നും തേച്ചിട്ടില്ല, ക്രീം കോട്ട് ചെയ്ത് വെച്ചേക്കേനി. പിന്നെ ഇപ്പോൾ സെറ്റാക്കിയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം ഇനി ഇതുമ്മേ ഒരു ഫ്ലവർ വരച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ റോസ് പൂക്കൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ റോസാപ്പൂക്കൾ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കേക്കിൽ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും വരക്കണില്ല കേട്ടോ. ഒരു കുറച്ച് സ്ഥലം കണ്ട് വിട്ടിട്ട് ഇങ്ങനെ ഒരു മോഡൽ കേട്ടോ. അപ്പം ഇനി നമുക്ക് പേരെഴുതി കൊടുക്കാനുണ്ട്. അതേപോലെ ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും വെക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും വെക്കണം കേട്ടോ, ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കളറ് പിന്നെ ക്രീമൊക്കെ കണ്ട് ആക്കി കൊടുത്തേക്കണം കേട്ടോ. കുറച്ച് കളറ് ക്രീമൊക്കെ ആക്കിയതിന് ശേഷം ഞാനൊരു ഐസിങ് ബാഗ് എടുത്തിട്ട് അതിലാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഈ ഫ്ലവറിനൊക്കെ ഓരോ ലീഫ് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് സ്ഥലത്ത് കുറച്ച് പിന്നെ ഗ്രീൻ കളർ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പിങ്കും അതേപോലെ തന്നെ കുറച്ച് ഒരു സൈഡിൽ പിങ്കും ചേർത്തുങ്ങാണ്ടാണ് കേട്ടോ അതേപോലെ ഐസിങ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തത്. അപ്പം ഇതിൻ്റെ ഓരോ പൂവിൻ്റെയും ഓരോ സൈഡിൽ കൂടി ഓരോ ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്, അപ്പുറവും ഇപ്പുറവും ആയിട്ട് കേട്ടോ.
പിന്നെ നമുക്ക് ഷുഗർ ബോൾസ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പിങ്ക് കളർ എടുത്തപ്പോൾ നമ്മൾ പിങ്ക് കളറിന് ഒരു ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ഹോളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യുമ്പോൾ കൂടെ ആകെ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ലീഫൊക്കെ ഏകദേശം സെറ്റായി വന്നിക്കണ്. ഇനി കുറച്ച് സൈഡിലും കൂടി ഉള്ളൂ കേട്ടോ, ഈ ഭാഗത്തും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ പേര് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു മോഡൽ പറഞ്ഞാൽ ഇന്ന മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. മോഡലൊന്നും പറയാതെ എങ്ങനെയെങ്കിലും പിന്നെ പറയുമ്പോൾ നമുക്കൊരു മോഡൽ പ്രത്യേകിച്ച് അപ്പോൾ പെട്ടെന്നാവുമ്പോൾ കിട്ടുന്നല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടൊക്കെ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേര് എഴുതുന്നത് ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ, നമ്മൾ കേക്ക് ജെല്ല് വെച്ചിട്ടാണ് പേര് എഴുതുന്നത്. അപ്പോൾ മോളെന്നാണ് കേട്ടോ പേരും എഴുതി. ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ചു. നമ്മൾ ഷുഗർ ബോൾസുകൾ വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ വെച്ചപ്പോൾ ഒരു ക്ലിയർ കിട്ടണില്ല കേട്ടോ, ഒരു ഗ്ലേസിങ് കിട്ടണില്ല. അപ്പോൾ ആ ഗോൾഡൻ കളർ ഇങ്ങോട്ട് എടുത്ത് മാറ്റിട്ടോ ഒരെണ്ണം ഇങ്ങനെ വെച്ചിങ്ങാണ്ട് നോക്കി. എന്നിട്ട് പിന്നെ അതിന് ശേഷം വൈറ്റിൽ പിന്നെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ നിർബന്ധമാണല്ലോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇതാ ബോക്സിലാക്കി കത്തി വെച്ച് ഒട്ടിച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റമർ വന്നത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.